ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം മൗനരാഗത്തിന്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിക്രമും അതേപോലെ തന്നെ ബഗാസുരനും കൂടി ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ ബഗാസുരൻ പരോളിൽ ഇറങ്ങിക്കഴിഞ്ഞിട്ടുള്ള പ്ലാനുകളെല്ലാം പറയണം. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചേട്ടാ അതേപോലെ തന്നെ ചെയ്യണം, ആ കല്യാണിയെ തീർക്കണം, എന്നാൽ മാത്രമേ എനിക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. എൻ്റെ അച്ഛനെന്ന് പറഞ്ഞ അയാൾ എനിക്കിപ്പോൾ കണ്ണിന് നേരെ പോലും കണ്ടുകൂടാ. കാരണം അയാളൊരു അവശതയായി കഴിഞ്ഞപ്പോഴേക്കും അയാളുടെ മനസ്സിന് തോന്നി ഇനി മകള് മാത്രമേ ആശ്രയം ഉണ്ടാവുള്ളൂ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അയാളുടെ മനസ്സങ്ങോട്ട് മാറി. അയാള് മകളിലേക്ക് അങ്ങോട്ട് അടുത്തു. പിന്നീട് എന്നെ തഴഞ്ഞു കളഞ്ഞു. ഇപ്പൊ എൻ്റെ ഒരു അവസ്ഥ കണ്ടില്ലേ, ജയിലിൽ കിടക്കുന്നൊരവസ്ഥ. എന്നെ എന്ത് വേണേലും അയാൾ പറഞ്ഞോട്ടെ, എനിക്ക് അങ്ങനെ ഒരു അച്ഛൻ എനിക്ക് ഇനി ഇല്ല. ഇനിയിപ്പോൾ ആരൊക്കെ അവസാനിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല. പിന്നെ അങ്ങളെ, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. അന്നേ എൻ്റെ മുത്തശ്ശിയും അച്ഛനും കൂടി പറയുന്ന രംഗം ഞാൻ കേട്ടതാണ്. എനിക്ക് ദശാസന്ധിയാണെന്ന്. എനിക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ളൊരു ടെൻഷൻ എനിക്കുണ്ട്. പക്ഷേ എനിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും, എന്നെ ദ്രോഹിച്ച എല്ലാവരും ഇല്ലാതാകണം ചേട്ടാ. അതാണ് എൻ്റെ മനസ്സിലെ ആഗ്രഹം. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് അതേടാ നടക്കോടാ. അതെ ചേട്ടാ, എല്ലാവരെയും കൊന്നിട്ട് എന്നെ തൂക്കിക്കൊന്നാൽ മതി, അതാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അതിനു വേണ്ടിയൊക്കെ തന്നെയാണല്ലോ ഞാനും പോകുന്നത്. എൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കും. ആ കല്യാണിയെ ഇല്ലാതാക്കിയാൽ മാത്രമേ എൻ്റെ മകൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവുകയുള്ളൂ. അവളുടെ ഏതാഗ്രഹവും സാധിച്ചു കൊടുക്കുന്ന ഒരു അച്ഛനാണ് ഞാൻ. പക്ഷേ ചില ആഗ്രഹങ്ങൾ എനിക്ക് സാധിച്ചു കൊടുക്കാനായിട്ട് പറ്റില്ല. എൻ്റെ മകൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ബഗാസുരൻ ഇങ്ങനെ കിടന്ന് പറയുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കിരണിനെയാണ്. അപ്പോൾ കിരണും അതേപോലെ തന്നെ CS-ഉം രൂപയും ഒക്കെ സംസാരിക്കണം. അപ്പോൾ കിരൺ പറയാണ്, ആ ബഗാസുരൻ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്, അയാൾ വരുമ്പോൾ സൂക്ഷിക്കണം അച്ഛാ. അച്ഛനോട് അയാൾക്ക് ഭയങ്കരേറെ അരിശമാണ്. അത് നേരത്തെ മുതലുള്ള അരിശം തന്നെയാണല്ലോ. അപ്പോൾ അച്ഛനെ എന്തെങ്കിലും അപകടപ്പെടുത്തുമെന്നാണ് ഇപ്പം എൻ്റെ മനസ്സിലൊരു പേടി. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അയാൾ വരട്ടേടാ, അയാൾ വന്നെന്ന് വിചാരിച്ച് എന്താണ് ഇപ്പോൾ കുഴപ്പം? അയാളെ പേടിച്ചത് നമുക്ക് ജീവിക്കാനായിട്ട് പറ്റുമോ? നേരത്തെ മുതലേ എനിക്ക് അവനെ പേടിയില്ല, പിന്നെയാണ് ഇപ്പോൾ. എടാ, ഞാൻ ഏതായാലും ഈ വീടിൻ്റെ പുറത്തിറങ്ങുന്നില്ല, പിന്നെ എന്തിനാണ് ഞാൻ അയാളെ പേടിക്കുന്നതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രൂപയാണെങ്കിൽ ദേ എന്തായാലും മോൻ പറയുന്നൊന്ന് കേൾക്കണം, അല്ലെങ്കിൽ ആകെ പ്രശ്നവും സേനേട്ടാ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അതൊക്കെ എനിക്കറിയാം രൂപേ, നീ ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെയാണ് ശരിയാവുന്നത്? അച്ഛാ, കാര്യങ്ങളായിട്ട് തന്നെ എടുക്കണം. പിന്നെ സരയുവാണെങ്കിൽ അയാളെ വിളിക്കാനോ പറയാനോ ഒന്നും പോവില്ല. അവളുടെ മനസ്സ് ഏതായാലും മാറിയല്ലോ. അവൾ എന്നോട് ഇടക്കും കൂടി പറഞ്ഞേ ഉള്ളൂ, അച്ഛൻ കാരണമാണ് എൻ്റെ ജീവിതം തീർന്നത്, അതുകൊണ്ട് അച്ഛൻ്റെ ഒരു കാര്യവും എനിക്ക് കേൾക്കാനായിട്ട് താല്പര്യമില്ല, അയാളെ ഞാൻ വിളിക്കുകയില്ല, അയാളെ ഞാൻ അച്ഛനായിട്ട് അംഗീകരിച്ചിട്ടുമില്ല എന്നൊക്കെ സരയെക്കുറിച്ച് ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് രൂപ മറ്റൊരു സത്യം വെളിപ്പെടുത്തുകയാണ്. മോനെ, സരയു അങ്ങനെ പറയുന്നൊന്നും നീ വിശ്വസിക്കണ്ട. കാരണം 3 എണ്ണങ്ങളുണ്ട്. സരയും അവളുടെ അമ്മയും അതേപോലെ തന്നെ ബഗാസുരനും. അവളുടെ അമ്മയെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ആരെയല്ല കേട്ടോ, ഇവിടെ ഒരുത്തിയുണ്ടല്ലോ, ആ ശാരി. ഇവരൊക്കെ ഓന്തിൻ്റെ സ്വഭാവം മാറുന്നത് പോലെയാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവരെ എന്നും തീർത്തും അങ്ങോട്ട് വിശ്വസിക്കാനായിട്ട് പാടില്ല. ചിലപ്പോൾ നമ്മളോട് നല്ലത് പറഞ്ഞിട്ട് അവിടെ ചെന്ന് വേറെ പ്രവൃത്തികളായിരിക്കും ചെയ്യാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് മോനെ സൂക്ഷിക്കണം. സരി എന്ത് പറഞ്ഞാലും നീ അങ്ങോട്ട് കണ്ണടച്ചങ്ങോട്ട് വിശ്വസിക്കാനായിട്ട് നിൽക്കണ്ട. അവൻ്റെയൊക്കെ രക്തമല്ലേ, ഇതല്ല ഇതിനപ്പുറവും പറഞ്ഞൊക്കെ കൂട്ടും നമ്മളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി. സരയു ഇനിയിപ്പോൾ ആ ഒരു പ്രവൃത്തിയിലേക്ക് പോകുമെന്ന് എനിക്ക് തോന്നില്ല. ആകനെ ഒരു അടി കൊണ്ട് തളർന്നൊരവസ്ഥയിലാണല്ലോ ആ മനോഹരനെ കൊല്ലാനായിട്ട് നടക്കുകയാണ് സരയു. അവൻ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവനെ തീർക്കും എന്നൊരു കാഴ്ചപ്പാട് നടക്കുകയാണ് സരയു. അപ്പോൾ പിന്നെ ഈ കാര്യത്തെക്കുറിച്ച് ഓർത്തൊന്നും പേടിക്കേണ്ട കാര്യമില്ല അമ്മേ. എന്തായാലും മോനെ കരുതിയിരിക്കുക, ഞങ്ങളേതായാലും വീടിൻ്റെ ഉള്ളിൽ തന്നെയാണ്, നിങ്ങളാണ് പുറത്തേക്ക് പോകുന്നത്. കല്യാണിയോടും ആ ബഗാസുരന് അരിശമുണ്ട്, അപ്പോൾ കല്യാണിയെയും സൂക്ഷിക്കേണ്ട കാര്യമുണ്ടെന്നൊക്കെ പറയാണ്. ശരിയച്ചാ, എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ എന്നും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പോവാണ് കിരൺ. അപ്പോൾ കിരൺ പോയി കഴിഞ്ഞപ്പോഴേക്കും സേനേട്ടനോട് നമ്മുടെ രൂപ പറയാണ്, എന്തായാലും നിങ്ങൾ പുറത്തേക്കൊന്നും പോകരുത് കേട്ടോ, അഥവാ പുറത്തേക്ക് പോവുകയാണെങ്കിൽ ഞാനും കൂടെ വരും നിങ്ങളോടൊപ്പം. അത് ശരി രൂപേ, അപ്പോൾ എന്നെ അവൻ തീർക്കുകയാണെങ്കിൽ തന്നെയും കൂടി തീർത്തോട്ടെ എന്നാണ് താൻ ഉദ്ദേശിച്ചത് അല്ലേ? അതെ, അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ എനിക്കും കൂടി സംഭവിച്ചോട്ടെ, അല്ലാതെ സേനേട്ടനായിട്ട് മാത്രം ഞാൻ വിട്ടു കൊടുക്കില്ല എന്നും പറഞ്ഞു ആ ഒരു വാശിപ്പുറത്ത് നിൽക്കുകയാണ് നമ്മുടെ രൂപ. അപ്പോൾ രൂപക്ക് ഈ CS-നോടുള്ള ആ സ്നേഹം അവിടെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കാണിക്കുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ഈ സരയു നേരെ തൻ്റെ അച്ഛനെ കാണാനായിട്ട് ചെന്നിരിക്കുക. ബഗാസുരൻ പുറത്തിറങ്ങി. അപ്പോൾ ഒരു വിശാലമായ ഒരു സ്ഥലത്ത് വന്നാണ് ഇവർ കാണുന്നത്. അപ്പോൾ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും മോളെ
എടാ, നിന്നോട് ഒരേ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിന്റെ ആഗ്രഹം എനിക്ക് സാധിച്ചു തരാനായിട്ട് പറ്റിയില്ല. പക്ഷെ അച്ഛൻ ഇപ്പൊ പരോളിൽ ഇറങ്ങിയിരിക്കുന്നത് നിന്റെ ആഗ്രഹം സാധിച്ചു തരാൻ വേണ്ടിയാണ്. മനോഹരനെ ഇല്ലാതാക്കുന്ന കാര്യമല്ല, അവനെ ഞാൻ ഇല്ലാതാക്കിക്കോളാം. പക്ഷേ ഇവിടെ ഈ പുറത്ത് മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നിന്റെ ആഗ്രഹം പോലെ. നിനക്ക് ഇപ്പൊ ഏറ്റവും വലിയ ശത്രുവായിട്ട് നീ കരുതുന്നത് കല്യാണിയല്ലേ? അതെ, അവളെ തീർക്കാൻ വേണ്ടി തന്നെയാണ് മോളെ ഞാൻ പുറത്തിറങ്ങിയിരിക്കുന്നത് എന്ന് പറയണം. ഇത് കേട്ട് നമ്മുടെ സരയു സന്തോഷം കൊണ്ട് മതിമറന്ന അവസ്ഥ നിൽക്കുകയാണ്. അച്ചാച്ചൻ പറയുന്നത് സത്യം തന്നെയാണോ എന്ന് ചോദിക്കണം. അതെ, സത്യം തന്നെയാണ്. നിന്റെ ആഗ്രഹം എനിക്ക് സാധിച്ചു തരണം മോളെ. കിരണിനെ നിനക്ക് സ്വന്തമായി കിട്ടണം. അതിനുവേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകും മോളെ. ആ കല്യാണിയല്ലേ ഇതിന് തടസ്സമായിട്ട് നിൽക്കുന്നത്? അതെ അച്ഛാ, അവള് തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ തടസ്സമായിട്ട് നിൽക്കുന്നത്. അത് അന്നും അതെ, ഇന്നും അതെ. ഇപ്പൊ കിരണേ എന്നോട് ഭയങ്കര ഒരു സ്നേഹമൊക്കെ കാണിക്കുന്നുണ്ട്, എന്നോട് ഭയങ്കര കരുതലാ. അതെ, എനിക്ക് സുഖമില്ലെങ്കിലും ഞാൻ ചുമ്മാ ഒന്ന് ശരീരം വേദനയാണെന്ന് പറഞ്ഞാൽ മതി. ആ സമയത്തൊക്കെ കിരൺ ഓടി വന്ന് എനിക്ക് വേണ്ട കെയറിങ് എല്ലാം കിരൺ ചെയ്യും. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കിരൺ എന്നോട് സ്നേഹം കാണിക്കുന്നത്. ആ സ്നേഹം ഇനി എനിക്ക് നഷ്ടപ്പെടുത്താനായിട്ട് കഴിയില്ല അച്ഛാ. അതുകൊണ്ട് തന്നെ എനിക്ക് കിരണിൻ്റെ ജീവിതത്തിലേക്ക് ചെല്ലണം. അതിനുവേണ്ടി കല്യാണി ഒഴിവായാലേ മതിയാവുള്ളൂ. അവളെ ഇല്ലാതാക്കാൻ പറ്റുമെങ്കിൽ അവളെ ഇല്ലാതാക്കിക്കോ അച്ഛാ. അതേ മോളെ, അതിനു വേണ്ടി തന്നെയാണല്ലോ. പിന്നെ കല്യാണിയോട് നീ ഇടക്ക് സ്നേഹപ്രകടനങ്ങളൊക്കെ നടത്തണം. എന്നാൽ മാത്രമേ കല്യാണിയെ നിന്റെ വരുതിക്ക് നിനക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. എന്നാൽ മാത്രമേ നിനക്ക് എന്നെയും സഹായിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഞാൻ പറയുന്നത് പോലെ തന്നെ കാര്യങ്ങളെല്ലാം ചെയ്യണം. അവള് എവിടെയെങ്കിലും ഒറ്റക്ക് പോകുന്ന സമയത്ത് നീ എന്നെ അറിയിക്കണം. അതിനുശേഷം അവളെ ഞാൻ തീർക്കും. അവളെ തീർത്തിട്ട് നിന്റെ ജീവിതത്തിനൊരു ഇതുണ്ടാക്കി തന്നിട്ട് മാത്രമേ ഞാനിനി ജയിലിലേക്ക് മടങ്ങി പോകുള്ളൂ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അച്ഛാ, അങ്ങനെ വേണോ അച്ഛാ? എനിക്ക് കിരണില്ലാതെ പറ്റില്ല അച്ഛാ. അതേ മോളെ, കല്യാണി മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണിയുടെ മകൻ അനാഥയാകും. അതേപോലെ തന്നെ കിരണിനും ഒരു ഭാര്യയില്ലല്ലോ. അപ്പോൾ നിനക്കും ഭർത്താവില്ല, നിന്റെ കൊച്ചിന് അച്ഛനുമില്ല. അപ്പോൾ എന്ത് ചെയ്യും കിരൺ? നിന്നെ കല്യാണം കഴിക്കും. അപ്പോൾ രണ്ട് മക്കൾക്ക് അച്ഛനുമായി അമ്മയായി. അപ്പോൾ നിങ്ങളുടെ ജീവിതം വളരെയേറെ ശാശ്വതമായിട്ട് തന്നെ പോകുമെന്ന് പറയണം അച്ഛാ. ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പക്ഷേ അതൊക്കെ നടന്നാൽ മതി. ഇനി എൻ്റെ ജീവിതത്തിൽ ഇനി ഒരു തകർച്ച ഉണ്ടാകാൻ പാടില്ല. ആ മനോഹരനെ പോലെ ഇനി വേറെ ആരും വരാനായിട്ട് പാടില്ല എന്നിങ്ങനെ പറയണം. ഇല്ല മോളെ, ഉറപ്പായിട്ട് നിനക്ക് കിരണിനെ കിട്ടും, നീ തക്കം പാർത്തിരുന്നെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു വാക്ക് കൊടുക്കുക. അങ്ങനെ നമ്മുടെ സരയു നേരെ ഓഫീസിലേക്ക് ചെല്ലുക. അപ്പോൾ കല്യാണി എന്തൊക്കെയും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കല്യാണിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സരയുവിന് ഭയങ്കരമായിട്ട് അരിശം വരികയാണ്. എന്തായാലും ഇവളെ ഒന്ന് സോപ്പിട്ട് നിർത്താൻ നല്ലത്, ഇണങ്ങിക്കൂടി ചേരാം. ആ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ, എന്നാലേ ഇവളെ തീർക്കാനായിട്ട് എനിക്ക് സാധിക്കുള്ളൂ. അങ്ങനെ ഒന്നും അറിയാത്ത രീതിയിൽ സരയു കല്യാണി അടുത്തേക്ക് ചെല്ലുകയാണ്. ആ കല്യാണി, ഇതെന്തെടുക്കുക കല്യാണി? ഇതെന്താ പ്ലാൻ വല്ലതും വരക്കുവാണോ എന്ന് ചോദിച്ചപ്പോഴേക്കും അതെ, സരയു നോക്കിയ കൺസ്ട്രക്ഷൻ ഇല്ലേ, അതിൻ്റെ ഡിസൈനൊന്നും ഞാനൊന്ന് പ്ലാൻ ചെയ്യുകയായിരുന്നു. ഇതൊക്കെ കിട്ടിയപ്പോഴേക്കും അത് വല്ലാത്ത കാര്യം തന്നെയാണല്ലോ. അപ്പോൾ കല്യാണി അവിടെ നിന്നിട്ട് സരയു, അപ്പോൾ സരയുവിന് എന്നോടുള്ള അരിശമൊക്കെ മാറിയോ? ഞാൻ അരിശം കാണിച്ചതിൽ എന്തെങ്കിലും തെറ്റുള്ളതായിട്ട് കല്യാണിക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, അങ്ങനെ ഒരു തെറ്റുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം തെറ്റ് മുഴുവനും എൻ്റെ ഭാഗത്താണ് സരയു. ഞാൻ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാൻ പാടില്ലായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒരു പ്രവൃത്തി കല്യാണി ചെയ്യാൻ പാടില്ലായിരുന്നു. പക്ഷേ ഈ കാര്യത്തിൽ ഞാനും കിരണേട്ടും കൊണ്ട് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഇനി മനോഹറിനോട് സംസാരിക്കുകയോ മനോഹറിൻ്റെ കാര്യത്തിൽ ഇടപെടാൻ പോവുകയോ ഒന്നും ചെയ്യില്ല. അത് ഞാൻ കല്യാണിക്ക് സരയുവിന് തരുന്ന വാക്കാണ് എന്നൊക്കെ കല്യാണി പറയുകയാണ്. ഈ ഒരു വാക്ക് എന്നോട് കിരണം നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് വിശ്വാസമാണ് എന്ന് പറയാം. പിന്നെ കല്യാണിയുടെ മുഖത്ത് ഭയങ്കര സന്തോഷമുണ്ടല്ലോ. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞത് കൊണ്ടായിരിക്കും അല്ലേ കല്യാണിയുടെ മുഖത്ത് ഇത്രയും സന്തോഷം കാണുന്നത്? ആ കല്യാണം കഴിഞ്ഞതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. ഭയങ്കര പ്രശ്നം നടന്ന ഒരു കല്യാണമായിരുന്നല്ലോ, എല്ലാം തകിടം മറിയോന്നൊക്കെ വിചാരിച്ചത്. പക്ഷേ നല്ല രീതിയിൽ ആ കല്യാണം കഴിഞ്ഞുകൊണ്ട് വളരെയേറെ സന്തോഷമുണ്ട്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ സറിയുവാണില്ല. എന്നാലും ആ ഗംഗാപ്രസാദ് ആ സമയത്ത് അവിടെ എത്തിയില്ലല്ലോ, അത് തന്നെയാണ് മഹാഭാഗ്യം. എന്നാലും അവനെ എവിടെ പോയി, അവൻ എന്താണ് ഇതൊന്നും അറിയാതിരുന്നത് എന്നൊക്കെ ഇങ്ങനെ സറിയ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കല്യാണിക്കാണെങ്കിൽ ഇതൊന്നും പറയാനായിട്ട് പറ്റില്ലല്ലോ, എന്തുകൊണ്ടാണ് ഏതുകൊണ്ടാണെന്നൊക്കെ കല്യാണിക്ക് നന്നായിട്ട് തന്നെ അറിയാലോ. സറിയു അതെല്ലാം വിട് സറിയു, ദേ ഇതൊന്ന് നോക്കിയേ, ഞാൻ ചെയ്ത ഡിസൈൻ എന്നൊക്കെ നോക്കിക്കേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അയ്യോ കല്യാണി, എനിക്ക് ഇന്ത്യൻ ഡിസൈനിനെ കുറിച്ചൊന്നും യാതൊരു ബോധവും ഇല്ല, അതുകൊണ്ട് അതിനെക്കുറിച്ച് എനിക്കറിയില്ല, നീ തന്നെ നോക്കിയാൽ മതി എന്ന് പറയണം. അല്ല
നീ ആത്മാർത്ഥമായി ചെയ്ത കൺസ്ട്രക്ഷൻ അല്ലേ, അപ്പം അതിലൊരു ഞാൻ ഡിസൈൻ ചെയ്യുമ്പോൾ നീയും കൂടി നോക്കണ്ടേ തൃപ്തി വരാനായിട്ട്, ഒന്ന് നോക്കിയെന്നേ എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ സര ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്, അതെടി ഞാൻ നോക്കാടി, നിന്റെ അവസാനത്തെ ആഗ്രഹമല്ലേ, നീ തീരാൻ പോകുന്നു എന്നിങ്ങനെ പറയാം. അപ്പോൾ ഇനി കല്യാണി ഇനിയും അങ്ങോട്ട് പോകുമോ, കൺസ്ട്രക്ഷൻ ഏരിയയിലേക്ക് പോകുമോ എന്ന് ചോദിച്ചപ്പോഴേക്കും പിന്നെ പോകണം, എനിക്ക് പോയേ മതിയാവുള്ളൂ. അപ്പോഴാണ് സരയുവിന് ബോധോദയം ഉണ്ടായിരുന്നു. കാരണം ഇനി ബേഗാസുരനെ വിളിച്ച് പറയാം കല്യാണി അവിടെ വരുന്നുണ്ടെന്നും അവളെ തീർക്കണമെന്നൊക്കെ. അപ്പോൾ സരയു ഇങ്ങനെ ചോദിക്കുകയാണ്, അതെ കല്യാണി സൂക്ഷിക്കണോട്ടോ കല്യാണി, നിങ്ങളൊക്കെ ബേഗാസുരനെ വിളിക്കുന്ന അയാളില്ലേ, അയാൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. എന്താ നിന്നെ അയാൾ വിളിച്ചായിരുന്നോ എന്ന് ചോദിച്ചപ്പോഴേക്ക് എന്നെയൊന്നും വിളിച്ചിട്ടില്ല, പിന്നെ എൻ്റെ ഫോണിലേക്ക് കുറേ അറിയാത്ത നമ്പറിൽ നിന്നൊക്കെ കോള് വന്നായിരുന്നു, ഞാൻ എടുത്തില്ല. കാരണം ഇയാൾ വല്ലതും ആണെങ്കിലോ, എനിക്ക് അയാളോട് സംസാരിക്കണ്ട, എന്നെ ദ്രോഹിച്ച ആളാണ്, എനിക്ക് നാശനഷ്ടം സംഭവിച്ച് വരുത്തി വെച്ച ആളാണ് അയാൾ. അതുകൊണ്ട് അയാളോട് എനിക്ക് ഒരു സിമ്പതി പോലും ഇല്ല കല്യാണി, എൻ്റെ അച്ഛനാണെന്ന് പറയാൻ പോലും എനിക്ക് നാണക്കേടാണിപ്പോൾ. എനിക്ക് അയാളോട് സംസാരിക്കാൻ വേണ്ട, അയാളോട് കാണാൻ വേണ്ട. പക്ഷെ കല്യാണി നീ സൂക്ഷിക്കണം, നിന്നോട് ഭയങ്കര വൈരാഗ്യമല്ലേ അയാൾക്ക്, അതുകൊണ്ട് നിന്നെ എന്തെങ്കിലും ചെയ്യുമെന്നൊക്കെയാണ് എനിക്ക് പേടി. അതെല്ലാം വിട് സരയു, അതിനെക്കുറിച്ചോർത്തൊന്നും എനിക്ക് പേടിയില്ല, എന്നെ എന്ത് ചെയ്യാനായിട്ട് വരുന്നു എന്നൊക്കെ പറയാം. അങ്ങനെ ഇവർ ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ സരയു രൂക്ഷമായിട്ട് ഇങ്ങനെ കല്യാണിയെ തന്നെ നോക്കുകയാണ്. കല്യാണി ഇത് കൊള്ളാം കല്യാണി, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടോ കല്യാണി, നീ അടിപൊളി ഡിസൈനർ അല്ലേ, നിനക്ക് വല്ലാത്തൊരു കഴിവ് തന്നെയാണെന്ന് പറഞ്ഞ് കല്യാണിയെ പുകഴ്ത്തിയിട്ട് നമ്മുടെ സരയു അവിടുന്ന് പോവാ. സരയു അവിടുന്ന് പോകുമ്പോഴും സരയുവിൻ്റെ മുഖഭാവം ആകെ ഒന്ന് മാറുകയാണ്, വെട്ടി അങ്ങോട്ട് തിളങ്ങിയാണ്. അപ്പോൾ കല്യാണിക്ക് ഇതൊന്നും അറിയില്ല. കല്യാണി വിചാരിച്ച് സരയുവിൻ്റെ സ്വഭാവം എല്ലാം മാറി, സരയു നല്ല രീതിയിൽ തന്നെ ആയി എന്നാണ് നമ്മുടെ കല്യാണി വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കാർത്തികയുടെ വീട്ടിലേക്ക് വീണ്ടും പോലീസ് വന്നിരിക്കുക. അപ്പോൾ CI വന്നിട്ട് ഇങ്ങനെ പറയുകയാണ്, ഞാൻ കഴിഞ്ഞ ദിവസം വന്നു കഴിഞ്ഞപ്പോഴേക്കും ചില കാര്യങ്ങളെല്ലാം നിങ്ങളോട് പറഞ്ഞായിരുന്നു, ആ സമയത്ത് ഗംഗാപ്രസാദ് കല്യാണ ഓഡിറ്റോറിയത്തിൽ വന്നിട്ടുണ്ടായിരുന്നു, അതെല്ലാം നിങ്ങൾ ബാക്കിയുള്ളവരോട് സംസാരിച്ചായിരുന്നോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഇല്ല സാറേ, ഞങ്ങൾ അതിനെക്കുറിച്ച് സംസാരിച്ചില്ല, കാരണം അവനവിടെ വന്നിട്ടില്ലല്ലോ, ഞങ്ങളത് വിശ്വസിക്കില്ല. കാരണം അവനവിടെ വന്നിട്ടുണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ അപകടപ്പെടുത്താനായിട്ട് ശ്രമിച്ചാനായിരുന്നു, പക്ഷേ അവനവിടെ വന്നിട്ടില്ലെന്ന കാര്യം ഉറപ്പാണ്. ഇത് കേട്ട് CIക്ക് കലി വരിക. അപ്പോൾ CI ആണെങ്കിൽ കാർത്തിക ഈ ഒരു പെൻഡ്രൈവ് നിങ്ങൾക്ക് TV-യിലേക്കൊന്ന് കണക്ട് ചെയ്തേ എന്ന് പറയാം. അങ്ങനെ TV-യിലേക്ക് കണക്ട് ചെയ്യുകയാണ് നമ്മുടെ കാർത്തിക. TV-യിലേക്ക് കണക്ട് ചെയ്തിട്ട് ആ ഒരു സീൻ അവിടെ കാണുകയാണ്. കാരണം ഗംഗാപ്രസാദ് ഒളിച്ചു നേരെ ഒരു കല്യാണ പന്തലിലേക്ക് കയറുന്ന ഒരു രംഗമാണ് കാർത്തികയുടെ അമ്മയും കൂടി കാണുന്നത്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് ഇവരാണെങ്കിൽ ആകെ പേടിച്ചു പോവാണ്. ഇപ്പം മനസ്സിലായല്ലോ, വരുന്നത് ഗംഗാപ്രസാദ് തന്നെയല്ലേ, അത് ഗംഗാപ്രസാദ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ചോദിച്ചപ്പോഴേക്കും അതെ സാർ, അത് ഗംഗാപ്രസാദ് തന്നെയാണ്, അതാ പറഞ്ഞത്, അത് ഓഡിറ്റോറിയമാണ്, അവിടെ ഗംഗാപ്രസാദ് വന്നായിരുന്നു. പക്ഷേ അതിനുശേഷം ഗംഗാപ്രസാദ് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. അവൻ എന്ത് സംഭവിച്ചു, എന്താ നിങ്ങൾ അവനെ എല്ലാവരും കൂടി തല്ലിക്കൊന്നു എന്ന് ചോദിച്ചപ്പോഴേക്കും അയ്യോ സാറ് ഞങ്ങൾ അങ്ങനെ ഒരു ഇത് കണ്ടിട്ടേ ഇല്ല, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് പോലീസിന് കീഴടങ്ങുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല, നിങ്ങൾ ഈ കല്യാണം നടന്നപ്പോൾ എന്തുകൊണ്ട് പോലീസിനോട് പറഞ്ഞില്ല എന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ സാറേ രഹസ്യമായിട്ടാണ് ഈ കല്യാണം നടത്തിയത്, കാരണം ഗംഗാപ്രസാദ് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാകുമല്ലോ, അതുകൊണ്ട് തന്നെ. എന്നിട്ട് അവൻ എങ്ങനെ അറിഞ്ഞു? കണ്ടില്ലേ, ഇപ്പം അവൻ കല്യാണ ഓഡിറ്റോറിയത്തിലേക്ക് കയറി വന്നത് സീൻ നിങ്ങൾ കണ്ടില്ലേ, അതാണ് ഞങ്ങൾക്ക് മനസ്സിലാവാത്തത്. അവൻ എങ്ങനെ അറിഞ്ഞു എന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ പക്ഷെ അവനെ കാണാനില്ലെന്നേ, ആ ഒരു ഓഡിറ്റോറിയത്തിൽ നിന്ന് അവൻ പുറത്തിറങ്ങിയിട്ടില്ല, അത് CCTV-യിൽ വ്യക്തമല്ല. പക്ഷേ അവിടെ വെച്ച് അവൻ എന്തോ സംഭവിച്ചിട്ടുണ്ട്, അതാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, നിങ്ങളുടെ കയ്യബദ്ധം നിങ്ങൾക്ക് സംഭവിച്ചോ എന്ന്. ഇല്ല സാർ, ഞങ്ങൾക്ക് ഒരു കയ്യബദ്ധവും സംഭവിച്ചിട്ടില്ല, പക്ഷേ ഞങ്ങൾക്ക് കിരണിന് വളരെയേറെ സംശയമുണ്ട്, ഇനി ഞങ്ങളുടെ കേസ് പോകുന്നത് ആ ഒരു റൂട്ടിൽ തന്നെ ആയിരിക്കും എന്നും പറഞ്ഞ് നമ്മുടെ പോലീസുകാർ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. പോയി കഴിഞ്ഞപ്പോഴേക്കും കാർത്തിക ഇങ്ങനെ അമ്പരം നിങ്ങൾ നിൽക്കുകയാണ്, ഇത് എന്താ ഇത് കണ്ടില്ലേ അമ്മേ, ഇതെങ്ങനെയാ സംഭവിച്ചത്, ഗംഗാപ്രസാദ് എങ്ങനെയാ അകത്തേക്ക് കയറി, അതാ മോളെ എനിക്കും മനസ്സിലാവാത്തത്. പക്ഷെ ഇനിയിപ്പോൾ ഈ CI പറഞ്ഞതുപോലെ തന്നെ കിരൺ അവനെന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവോ, ആ ഓഡിറ്റോറിയത്തിൻ്റെ പുറത്ത് അവൻ ഇറങ്ങിയിട്ടില്ലെന്നല്ലേ പറയുന്നത്. അപ്പോൾ അവനെ കിരൺ കണ്ടിട്ടുണ്ടാവോ, നമ്മളിൽ നിന്ന് മറച്ചു വയ്ക്കുന്നതായിരിക്കോ, ഇനി ആകെ പേടി തോന്നുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ നല്ല കാര്യം തന്നെ, പക്ഷേ പോലീസ് കിരണിനെ പിടിക്കുമെന്നാണ് ഇപ്പം എൻ്റെ ഒരു പേടി. അമ്മേ
എനിക്ക് ഏതായാലും കല്യാണിയെ വിളിക്കണം. ഇതിലെന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. എല്ലാവരും നമ്മൾ എന്തൊക്കെയോ മറച്ചു വെക്കുന്നത് പോലെയാ എനിക്ക് തോന്നുന്നത്. ഞാൻ ഏതായാലും കല്യാണിയെ ഒന്ന് വിളിക്കട്ടെ എന്നും പറഞ്ഞ് നമ്മുടെ കല്യാണിയെ വിളിക്കുക. അപ്പോൾ കല്യാണി നല്ല തിരക്കിലായിരുന്നു. കാർത്തികയുടെ ഫോൺ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ചേച്ചി എന്തേ ചേച്ചി എന്താ വിളിച്ചത് എന്ന് ചോദിച്ചപ്പോഴേക്കും കല്യാണി, ഞാൻ ചില കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ് നിന്നെ വിളിച്ചത്. വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ എന്നോട് പറയണം. എന്തേച്ചി, അന്ന് ആ കല്യാണ ഓഡിറ്റോറിയത്തിൽ ഗംഗാപ്രസാദ് വന്നിരുന്നോ? ഇത് കേട്ട കല്യാണി ഞെട്ടിപ്പോവാ. അപ്പൊ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.